ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് കാടമുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഉണ്ടാക്കിയാൽ അതിനാദ്യം കാടമുട്ട പുഴുങ്ങാൻ വെക്കണം. ഒരു കുക്കറെടുത്ത് അതിലേക്ക് പുഴുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മുട്ടകൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് മൂടി വെച്ച് ഒറ്റ വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനിയൊരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തതിൻ്റെ ഓയിലുണ്ടായിരുന്നു, അതാണ് ഒഴിച്ച് കൊടുത്തത്. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പേസ്റ്റ് ഇല്ലാത്തവർക്ക് ചതച്ചത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കണം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് സവാള നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ 2 പച്ചമുളക് നടുക ആക്കി കീറിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതും ഇട്ട് കൊടുത്തതിന് ശേഷം ഉള്ളി നല്ലോണം ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ വഴറ്റി കൊടുക്കുക. അങ്ങനെ ഇവിടെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തക്കാളി ഒന്ന് വെന്ത് വരണം, അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളായ മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാലപ്പൊടി 1 പിഞ്ച്, ഗരം മസാലപ്പൊടി 1 പിഞ്ച്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ എന്നിവയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിക്കണം. അങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഗ്രേവി ടൈപ്പിൽ വേണ്ടവർക്ക്
കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അല്ലാത്തവർക്ക് നേരത്തെ ഒഴിച്ചു കൊടുത്ത് ആ വെള്ളം തന്നെ മതിയാകും. അങ്ങനെ ഒഴിച്ച് കൊടുത്ത് മസാല ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ടൈമിൽ ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഗ്രേവി ടൈപ്പ് ആക്കി എടുക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി വെക്കണം. അങ്ങനെ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മുട്ടയിലേക്ക് ഇതിൻ്റെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലാണ് ഈ കാടമുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.